ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ബാസ്ക്കറ്റ് മേക്കിംഗ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പർ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. നമ്മൾ ചുരുട്ടി എടുക്കണത് പേപ്പർ. എല്ലാവർക്കും ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചതാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുക, ചുറ്റിയെടുക്കുക. ഇങ്ങനെ കുറച്ചധികം വേണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ബോക്സിൻ്റെ അളവിനനുസരിച്ച് കുറച്ചധികം വേണം. അപ്പോൾ ഞാനിവിടെ 30 സെൻറ്റിമീറ്റർ നീളം 15 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു ബാസ്ക്കറ്റാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും ഒരു ബോട്ടിൽ വേണം. അപ്പോൾ ഇതിങ്ങനെ റൗണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സ്ക്വയറായിട്ടും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് ജോയിൻറ്റ് കൊടുത്തിട്ട് എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഒരു ജോയിൻറ്റ് കൊടുക്കാനായിട്ട് ഒരു റൗണ്ട് എടുക്കുക. ഇതുപോലെ അങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻറ്റ് കൊടുക്കുക. കണ്ടോ? Found myself in my regrets. I've become a little stronger now. A little stronger now. സ്പാമായി പോവാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. കാണുമ്പോൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ. നിങ്ങളെ അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ എടുക്കുക. നമ്മളിങ്ങനെ ജോയിൻറ്റ് കൊടുത്തിട്ട് പിന്നെ ഇവിടെ ജോയിൻറ്റ് കൊടുക്കുക. പിന്നെ ഇതിനെങ്ങനെ ജോയിൻറ്റ് കൊടുത്ത് വരാം, ഇവിടെ ജോയിൻറ്റ് കൊടുക്കുക. ഇങ്ങനെ
അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പ്രസ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗമായിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്തു. അതേപോലെ ഈ ഭാഗം മൊത്തത്തിൽ ജോയിൻ ചെയ്തു. പക്ഷേ ഇതിൻ്റെ സെൻട്രൽ ഭാഗം നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യാതെ വെച്ചതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ഇങ്ങനെ ഗമ്മ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒട്ടി നിൽക്കും അവിടെ. കണ്ടോ? ഇതിങ്ങനെ ഗമ്മ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് സമയം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പോലെ പ്രസ്സായിട്ട് നിൽക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഗമ്മ് ഒഴിച്ച് കൊടുക്കുക. ബാസ്ക്കറ്റ് ഇവിടെ റെഡിയായി. ഞാൻ 4 ഭാഗം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പെയിൻറ്റ് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് വൈറ്റ് കളറ് അതുപോലെ ബ്ലൂ ഒക്കെ കൊടുക്കുക പെയിൻറ്റ്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ കൊടുക്കുക. അപ്പോൾ പേപ്പർ ബോക്സ് ഇവിടെ റെഡിയായി. ഞാൻ ബ്ലൂ പെയിൻ്റാണ് ഇതിമേ അടിച്ചിട്ടുള്ളത്. അപ്പോൾ പഴയ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.